ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ആഗസ്റ്റ് മാസം ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഹിരോഷിമ നാഗസാക്കി ദിനം. ലോകത്തിന് ഒരിക്കലും യുദ്ധങ്ങൾ ഉണ്ടാകരുത് എന്ന് ഓർമ്മിപ്പിക്കുന്ന ദിവസമാണിത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ക്വിസ് മത്സരത്തിന് എല്ലാവരും റെഡിയല്ലേ? ഓരോ ചോദ്യത്തിനും ഉത്തരം ചിന്തിക്കാൻ നിങ്ങൾക്ക് 5 സെക്കൻഡ് സമയം കിട്ടും. അവസാനം നിങ്ങൾക്ക് എത്ര പോയിന്റ് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ദാ വരുന്നു ആദ്യത്തെ ചോദ്യം. ലോകമെമ്പാടും സമാധാനത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് ഏത് പക്ഷിയാണ്? ഓപ്ഷൻ എ കാക്ക, ബി പ്രാവ്, സി തത്ത. നിങ്ങളുടെ സമയം ഇതാ തുടങ്ങുന്നു. ശരി ഉത്തരം പ്രാവാണ്. വെളുത്ത പ്രാവുകളെ നമ്മൾ സമാധാനത്തിൻ്റെ പ്രതീകമായി പറത്തിവിടാറുണ്ട്. ഉത്തരം ശരിയാക്കിയവർക്കൊരു ബിഗ് തംസ് അപ്പ്. രണ്ടാമത്തെ ചോദ്യം. ലോക ഹിരോഷിമ ദിനമായി ആചരിക്കുന്നതെന്ന്? ഓപ്ഷൻ എ ജനുവരി 26, ബി ആഗസ്റ്റ് 15, സി ആഗസ്റ്റ് 6, ഡി ജൂൺ 5. ഉത്തരം ആഗസ്റ്റ് 6 1945 ആഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമയിൽ ആദ്യമായി അണുബോംബ് വീണത്. ഹിരോഷിമ എന്ന സ്ഥലം ഏത് രാജ്യത്താണ്? ഓപ്ഷൻ എ ഇന്ത്യ, ബി അമേരിക്ക, സി ജപ്പാൻ, ഡി ചൈന. ഉത്തരം ഓപ്ഷൻ സി ജപ്പാൻ. ഉദയസൂര്യൻ്റെ നാട് എന്ന് വിളിക്കുന്ന ജപ്പാനിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. സമാധാനത്തിൻ്റെ പ്രതീകമായി 1000 കടലാസ് കൊക്കുകളെ ഉണ്ടാക്കാൻ ശ്രമിച്ച് ലോകത്തിലെ കണ്ണീരായി മാറിയ ജാപ്പനീസ് പെൺകുട്ടി ആരാണ്? ഓപ്ഷൻ എ മദർ തെരേസ, ബി ഹെലൻ കെല്ലർ, സി അന്ന ഫ്രാങ്ക്, ഡി സഡാക്കോ സസാക്കി. അതെ, ഉത്തരം ഓപ്ഷൻ ഡി സഡാക്കോ സസാക്കി. ഈ കുട്ടിയുടെ ഓർമ്മക്കായി ജപ്പാനിലൊരു വലിയ സ്മാരകം തന്നെ ഉണ്ട്. അഞ്ചാമത്തെ ചോദ്യം. ഹിരോഷിമയ്ക്ക് ശേഷം 3-ാം ദിവസം ജപ്പാനിലെ മറ്റൊരു നഗരമായ നാഗസാക്കിയിലും ബോംബ് വീണു. അപ്പോൾ നാഗസാക്കി ദിനം എന്നാണ്? ഓപ്ഷൻ എ ആഗസ്റ്റ് 9, ബി ആഗസ്റ്റ് 6, സി സെപ്റ്റംബർ 5, ഡി ജൂൺ 5. ശരി ഉത്തരം ഓപ്ഷൻ എ ആഗസ്റ്റ് 9. ആഗസ്റ്റ് 6 ശേഷം കൃത്യം 3-ാം ദിവസം, അതായത് ആഗസ്റ്റ് 9 രണ്ടാമത്തെ ബോംബ് വീണത്. ആറാമത്തെ ചോദ്യം. ഹിരോഷിമയിൽ വർഷിച്ച ആദ്യത്തെ അണുബോംബിൻ്റെ പേരെന്തായിരുന്നു? ഓപ്ഷൻ എ ഫാറ്റ്മാൻ, ബി ലിറ്റിൽ ബോയ്, സി ബിഗ് ബ്രദർ, ഡി ടോയ് ബോയ്. ഉത്തരം ഓപ്ഷൻ ബി ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയ് എന്ന പേരിലായിരുന്നു ആ അണുബോംബ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ നാഗസാക്കിയിൽ വീണ അണുബോംബിൻ്റെ പേര് ഫാറ്റ്മാൻ എന്നായിരുന്നു കേട്ടോ. ഇതും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ കൂട്ടുകാരെ, ഈ ചോദ്യങ്ങളിൽ എത്ര എണ്ണത്തിന് നിങ്ങൾക്ക് ശരിയുത്തരം കിട്ടി? ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതിൻ്റെ പാർട്ട് 2-ൽ കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ഞാൻ വീണ്ടും വരും. ലോകത്തെല്ലായിടത്തും സമാധാനവും സ്നേഹവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ ബൈ.